യൂറോപ്യൻ രാഷ്ട്രീയത്തിന്റെ ഗതിമാറ്റുന്ന വാർത്തയാണ് ഹംഗറിയിൽ നിന്നും പുറത്തു വരുന്നത്. നീണ്ട 16 വർഷത്തെ വിക്ടർ ഓർബൻ യുഗത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് പീറ്റർ മഗ്യാർ എന്ന യുവ നേതാവ് ഹംഗറിയുടെ അധികാരത്തിലേക്ക് കടന്നു വരികയാണ്. തീവ്ര വലതുപക്ഷക്കാരനും ഡൊണാൾഡ് ട്രംപിന്റെ ഉറ്റ സഖ്യകക്ഷിയുമായ വിക്ടർ ഓർബനെ അക്ഷരാർത്ഥത്തിൽ തൂത്തെറിഞ്ഞാണ് മധ്യ വലതുപക്ഷക്കാരനായ പീറ്റർ മഗ്യാർ ചരിത്ര വിജയം നേടിയത്. 199 സീറ്റുകളുള്ള ഹംഗേറിയൻ പാർലമെന്റിൽ മഗ്യാറിന്റെ ടിസ പാർട്ടി 138 സീറ്റുകൾ തൂത്തുവാരി. പോൾ ചെയ്ത വോട്ടുകളുടെ 53.6% നേടിയാണ് ഈ മിന്നും വിജയം. ക്രിസ്ത്യൻ നാഷണലിസ്റ്റ് പാർട്ടിയായ ഫിഡസിയിലൂടെ വർഷങ്ങളായി രാജ്യം ഭരിച്ച ഓർബന് ഇത്തവണ വെറും 55 സീറ്റ് മാത്രമാണ് ലഭിച്ചത്. ഒരിക്കൽ ഓർബന്റെ വിശ്വസ്തനായിരുന്ന മഗ്യാർ തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അന്ത്യത്തിന് കാരണമായിരിക്കുകയാണ്. ട്രംപും നെതന്യാഹുവും ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ ഓർബനെ പരസ്യമായി പിന്തുണച്ചിട്ടും ഫലമുണ്ടായില്ല. ഹംഗറിയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ആണ് ഈ തിരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിച്ചത്. 77% വോട്ടർമാർ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. മാറ്റത്തിന് വേണ്ടിയുള്ള ജനങ്ങളുടെ ശക്തമായ ആഗ്രഹമാണ് ഈ പോളിംഗ് ശതമാനത്തിൽ പ്രതിഫലിച്ചത്. യൂറോപ്യൻ യൂണിയനുള്ളിൽ തീവ്ര വലതുപക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചിരുന്ന പ്രധാനിയായിരുന്നു വിക്ടർ ഓർബൻ. 1989 സോവിയറ്റ് യൂണിയനെതിരെ ഓർബൻ നടത്തിയ ജനാധിപത്യ പ്രക്ഷോഭങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് പീറ്റർ മഗ്യാർ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. ഓർബന്റെ മന്ത്രിസഭയിൽ അംഗമായിരുന്ന ജൂഡിറ്റ് വർഗയെയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത്. എന്നാൽ അഴിമതിക്കെതിരെയായുള്ള മഗ്യാറിന്റെ പോരാട്ടം സ്വന്തം കുടുംബ ബന്ധങ്ങളെക്കാൾ വലുതായിരുന്നു. 2024 ഹംഗറിയെ പിടിച്ചുകൊലുക്കിയ ഒരു ശിശു പീഡന കേസ് മറച്ചുവെക്കാൻ ഭരണകൂടം ശ്രമിച്ചതോടെ മഗ്യാർ പാർട്ടി വിട്ടു. നീതിന്യായ മന്ത്രിയായിരുന്ന തന്റെ ഭാര്യ ജൂഡിറ്റ് വർഗയും ആ അഴിമതിയുടെ ഭാഗമായിരുന്നു. മഗ്യാർ അവരിൽ നിന്ന് വിവാഹമോചനം നേടി. അഴിമതിക്കെതിരായ ജനരോക്ഷത്തിന്റെ മുഖമായി മാറുകയായിരുന്നു പിന്നീട് അദ്ദേഹം. യൂറോപ്യൻ പാർലമെന്റിലെ വിജയത്തിന് പിന്നാലെ 2026 ദേശീയ തെരഞ്ഞെടുപ്പിലും വൻ വിജയം നേടിയ പീറ്റർ മഗ്യാർ ഹംഗറിക്ക് പുതിയൊരു പുലരി വാഗ്ദാനം ചെയ്യുന്നു. ഒരു പഴയ വിശ്വസ്തൻ തന്നെ തന്റെ രാഷ്ട്രീയ ഗുരുവിനെ വീഴ്ത്തിയ കാഴ്ചക്കാണ് ലോകം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്.